ഗുഡ് മോർണിംഗ് എവരിവൺ. എന്തൊക്കെയാണ് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു മൈൻഡ് ആൻഡ് സക്സസ് എന്ന് പറയുന്ന വിഷയം അല്ലേ. അപ്പൊ ആ വിഷയത്തില് തോട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. ഇന്ന് ആ ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്, തോട്ട് മാനേജ്മെന്റ്, ചിന്തകളെ കുറിച്ച്. എല്ലാ ദിവസവും പറയുന്നത് പോലെ ഈ ഒരു ക്ലാസ് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടാണ് കേൾക്കുന്നത് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, റിപ്പീറ്റേഷൻ മേക്സ് യു എന്താണ്, നിങ്ങൾക്ക് എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? റിപ്പീറ്റേഷൻ ക്രിയേറ്റ്സ് ലോങ് ടേം മെമ്മറി ആൻഡ് വിച്ച് വിൽ ക്രിയേറ്റ്സ് എ ക്യാരക്ടർ. റിപ്പീറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊരു ഹാബിറ്റ്സ് ആയി മാറും. ആ ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് തരും. ആ ക്യാരക്ടർ ആണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുക. സോ റിപ്പീറ്റേഷൻ ഹെൽപ്സ് യു അലോട്ട്. ഈ സെഷൻ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടാണ് കേൾക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻ, യു ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. ബട്ട് ഈ ഒരു സെഷൻ നിങ്ങളെ സംബന്ധിച്ചോളം ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത് എങ്കിൽ ഇറ്റ് വിൽ ബി അനദർ എക്സ്പീരിയൻസ്. സോ എനിവേ ലെറ്റ്സ് എൻജോയ് ദ റൈഡ്. ഓക്കെ, സോ ഇന്ന് എന്തൊക്കെയാണ് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ എനിക്ക് ആ കമന്റുകളൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാൽ താല്പര്യമുണ്ട്. ലെറ്റ്സ് സീ, ഐ വിൽ ഹാവ് ടു സീ യുവർ കമന്റ്സ് കാണാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അത് ഡിസ്കസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാവാം, പ്രയാസങ്ങളാവാം, ബുദ്ധിമുട്ടുകളാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളാവാം, ഇതുവരെ പഠിച്ചതിലുള്ള സംശയങ്ങളാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഓക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ മറുപടി നൽകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കും. ഓക്കെ, വിഷയത്തിലേക്ക് കിടക്കാന്ന് വിചാരിക്കുന്നു. തോട്ട് മാനേജ്മെന്റ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം തോട്ട് മാനേജ്മെന്റ് ആണ്. എന്താണ് തോട്ട് മാനേജ്മെന്റ്? തോട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ മാനേജ് ചെയ്യലാണ്. ചിന്തകളെ മാനേജ് ചെയ്യുക. ചിന്തകളെ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നടക്കുക? എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ചിന്തകളെ മാനേജ് ചെയ്യുന്നത് നമ്മുടെ ചിന്തകൾ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക് മാത്രം ആക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെല്ലാവരും ചെയ്യുന്ന സംഗതി, നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വറീഡ് ആവുന്നു, വിഷമിക്കുന്നു, അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. അപ്പോ നമുക്ക് ആവശ്യമുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമുക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് ചിന്തിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം, പഠിക്കാൻ ശ്രമിക്കാം. ചിന്തകള്, ഒരു മനുഷ്യന്റെ മനസ്സിനുള്ളിലൂടെ എത്ര ചിന്തകൾ കടന്നു വരുന്നുണ്ടെന്ന് അറിയാം? ഒന്ന് കമന്റ് ചെയ്യാവോ? ഒരു ദിവസം ഒരു മനുഷ്യന്റെ മനസ്സിനുള്ളിലൂടെ എത്ര ചിന്തകൾ കടന്നു വരുന്നു? എത്ര പേർക്ക് അറിയാമെന്ന് നോക്കാം. അറിയുന്നവരെല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. ഒന്ന് കമന്റ് ചെയ്യാവോ? നിങ്ങളുടെ കമന്റുകളാണ് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ എനർജി നൽകുന്നത് കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യൂ. എത്ര ചിന്തകൾ വരുന്നുണ്ട്? ബജ്നൂർ പറയുന്നു എബവ് 50,000. ഓക്കെ, 50,000 മുകളിൽ. ഇസ്മായിൽ പറയുന്നു 35,000 to 70,000, 35,000 മുതൽ 70,000. ഓക്കെ, വഹീദ പി പറയുന്നു 60,000. ഓക്കെ, 60K. സലീന പറയുന്നു 60K. നോർമലി പറയുന്നത് വെച്ചാൽ 36,000 മുതൽ 60,000 ചിന്തകൾ കടന്നു വരുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സയൻസ് പറയുന്നു. നോക്കാം. അപ്പോ ഇത്രയും ചിന്തകൾ കടന്നു വരുന്നതിൽ ഈ ചിന്തകൾ ശരിക്കും എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം? അപ്പോൾ അത് നോക്കാം. ഇത് വന്നു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതും പറയാം. തോട്ട് മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ചിന്തകൾ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തകളെ മാനേജ് ചെയ്യാനുള്ള വഴി എന്താണ്? 90 ദിവസം നിങ്ങൾക്ക് വേണ്ട കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. വേണ്ട ലക്ഷ്യത്തെക്കുറിച്ച് ഒരു ലക്ഷ്യം ആദ്യം സെറ്റ് ചെയ്യും. ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത് എന്താണ്? തോട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചിന്തകളെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കണം എന്നുള്ള ലക്ഷ്യം, നിങ്ങൾക്ക് ആരായി തീരണം എന്നുള്ള ലക്ഷ്യം, നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യം, നിങ്ങൾക്ക് എന്തെല്ലാം സ്വന്തമാക്കണം എന്നുള്ള ലക്ഷ്യം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ, നിങ്ങൾക്ക് എന്തെല്ലാം അനുഭവിക്കണം, ആസ്വദിക്കണം എന്നുള്ള ലക്ഷ്യം, നിങ്ങളുടെ ശരീരം എങ്ങനെയായിരിക്കണം എന്നുള്ള ലക്ഷ്യം,
നിങ്ങൾക്ക് എന്തെല്ലാം ഫീൽ ചെയ്യണം, ഹാപ്പിനെസ് ഫീൽ ചെയ്യണം, സന്തോഷം ഫീൽ ചെയ്യണം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അനുഭവിക്കേണ്ടത്, ആസ്വദിക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ലക്ഷ്യം എഴുതി വെക്കുക. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ഒരു ബുക്ക് വേണം, ആ ബുക്കിൽ എന്ത് ചെയ്യണം, എഴുതണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതിയവർ എത്ര പേരുണ്ട്? എഴുതിയവർ. എല്ലാ ദിവസവും ഇങ്ങനെ ക്ലാസ് അങ്ങനെ കേട്ടു പോകുന്നു, അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല. എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എഴുതിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല, എഴുതാനുള്ള എഴുതാൻ ഒരാളെ ഹെൽപ്പ് ചോദിക്കാം. ഇതെങ്ങനെ എഴുതണമെന്ന് അറിയില്ല, അങ്ങ് എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ എന്ത് വെച്ചാൽ, അപ്പൊ എഴുതിയിട്ടുണ്ട്. ചിലർ പറയുന്നു എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ ആ എഴുതിയിട്ടുള്ള ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ 90 ദിവസം നിങ്ങൾ ചിന്തിച്ചാൽ മനഃപൂർവ്വം അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച്, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച്, യാത്ര ചെയ്യുമ്പോഴും ലക്ഷ്യത്തെക്കുറിച്ച്, കുളിക്കുമ്പോഴും ടോയ്ലറ്റ് പോകുമ്പോഴും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ്, ഉറങ്ങി എണീറ്റ ഉടനെയും എല്ലാം ഇപ്പോഴും തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചിന്തകളെ മാനേജ് ചെയ്യാൻ അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. ബ്രെയിനിൽ അപ്പം ഒരു ദിവസം എത്ര ചിന്തകൾ വരുന്നുണ്ട്? 36,000 മുതൽ 60,000 ചിന്തകൾ മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ചിന്തയിലെ 80% ചിന്തയും നിങ്ങൾക്ക് വേണ്ട കാര്യത്തെക്കുറിച്ച്, ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു മാറ്റം സംഭവിക്കും. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം രൂപപ്പെടും. അതായത് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ന്യൂറോ പാത്വേ രൂപപ്പെടും. ഓക്കെ, ആ ന്യൂറോ പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ചിന്തകൾ ചിന്തിക്കാൻ മാത്രം കഴിയുന്ന ഒരു ബ്രെയിനായിട്ട് മാറും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ബ്രെയിനായിട്ട് നിങ്ങളുടെ ബ്രെയിൻ മാറും. അങ്ങനെ മാറുന്ന സമയത്ത് വേറെ വേറെ അതായത് ബ്രെയിനിന് മനസ്സിലാകും ഇതാണ് ഇയാൾക്ക് വേണ്ടത്, ഇയാൾക്ക് ഏറ്റവും താല്പര്യമുള്ളത് ഇതാണ്, 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 ഇതാണ്. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ബ്രെയിനിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തവണ നമ്മൾ ആ ഒരു ചിന്ത കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്രെയിനിൽ ന്യൂറോ പാത്വേ എന്ന് പറയും. അതായത് ഈ ന്യൂറോൺസ് ആദ്യം പിക്ക് ചെയ്യുക ഈ ചിന്തകളാണ്. നമ്മൾ എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് ഇതിനെക്കൊണ്ട് ബ്രെയിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്, പിന്നെ അത് മാത്രം ചിന്തിക്കാൻ തുടങ്ങും, അത് മാത്രം കാണാൻ തുടങ്ങും, അത് മാത്രം കേൾക്കാൻ തുടങ്ങും, അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് മാത്രമേ കാണുകയുള്ളൂ, അതുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ മാത്രമേ സംസാരിക്കൂ. ഇങ്ങനെ കംപ്ലീറ്റ്ലി ഈ കാര്യങ്ങളിലേക്ക് പോകും. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു ന്യൂറോ പാത്വേ രൂപപ്പെടുന്നു പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ സൂര്യപ്രകാശം വരുന്നുണ്ട്, ഒരുപാട് സൂര്യപ്രകാശം വരുന്നു. ഈ സൂര്യപ്രകാശത്തിനെ എല്ലാത്തിനെയും ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് ഒരൊറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ചിന്തകൾ വരുന്നു. ഇതിനെല്ലാം കൂടെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഒരൊറ്റ വസ്തുവിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. അപ്പോ ഈ ഒരു ലെൻസ്, സൂര്യപ്രകാശം ഇങ്ങനെ വരുന്നു, ലെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് വെച്ചാൽ ഒരൊറ്റ ബിന്ദുവിലേക്ക് ഇതാക്കുമ്പോൾ അതൊരു പേപ്പറിലേക്ക് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പേപ്പറിൽ നിന്ന് കത്തും. അതായത് ഓരോ കിരണങ്ങൾക്കും അത്രയും ശക്തിയുണ്ട്, തീയായി മാറാനുള്ള ശക്തി. അത് ഒരൊറ്റ ബിന്ദുവിലേക്ക് പോകണം, അപ്പൊ നിന്ന് കത്തും. അത് അത്രയ്ക്കും പവർ അതിനുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകൾ, ഒരുപാട് ചിന്തകളുണ്ട്, അതെല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രമാകുമ്പോൾ ആ ലക്ഷ്യം കടന്നിട്ട് എന്ത് ചെയ്യും? ഒരു സംശയം വേണ്ട, ലക്ഷ്യം റിയലായി മാറും. അത് നിന്ന് കത്തും, ആ സ്വപ്നം നിന്ന് കത്തും. ഇറ്റ്സ് എ ബേണിംഗ് ഡിസയർ ആയിട്ട് മാറും. നിങ്ങൾക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ കഴിയില്ല, ലക്ഷ്യം നേടിയെടുക്കലത് വേറെ വഴി ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ ഞാൻ അടുത്തൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ന്യൂറോ പാത്വേ പറഞ്ഞു. ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂറോ പാത്വേനെ പറ്റി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മഴ പെയ്യുന്ന സമയത്ത്, ഓക്കെ, നമ്മുടെ വീടിന്റെ ടെറസിലേക്ക് മഴ പെയ്യുന്നു. ആ വെള്ളം നമ്മളെല്ലാം ഒരൊറ്റ സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ അതിനെ ഒരു ട്രേ ഒക്കെ വെച്ചിട്ട് അതിനങ്ങനെ വീഴുന്നു. ആ വെള്ളം എന്നിട്ട് എന്ത് ചെയ്യുന്നു? വീഴുന്ന വെള്ളത്തെ നമ്മൾ എന്താ വെച്ചാൽ ഒരു ചാല് തിരിച്ച് തറയിലേക്ക് വീഴുന്നില്ല, മണ്ണിലേക്ക് വീഴുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ എന്താ വെച്ചാൽ ഒരു മൺവെട്ടി എടുത്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു 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 ചാല് കീറിയിട്ട് എന്ത് ചെയ്യണം? ചാല് തിരിച്ചിട്ട് എന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യണം? ഒരു മരത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗത്തേക്ക് നമ്മൾ അതിനെ തിരിച്ചു വിടുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഇത്ര മഴ പെയ്താലും ഇതെല്ലാം ഈ ഒരൊറ്റ ഇതിലൂടെ തന്നെ പോകും, അല്ലെ? വെള്ളം അതിലൂടെ തന്നെ ഒഴുകിപ്പോകും. ഇതുപോലെയാണ് വെച്ചാൽ നമ്മൾ പിന്നീട് വെള്ളം എത്ര പെയ്താലും മഴ എത്ര പെയ്താലും അവിടേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
എന്നതിന് തുല്യമാണ് ന്യൂറോപാത്വേ രൂപപ്പെടുന്ന ഓർമ്മയ്ക്ക്. നമ്മുടെ ചിന്തകൾ കംപ്ലീറ്റ്ലി ഒരൊറ്റ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രമായിക്കൊണ്ടിരിക്കുക. അപ്പൊ 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാല കീറുന്നതിന് തുല്യമാണ്. നമ്മൾ എന്താ വെച്ചാൽ പിന്നീട് ചിന്തകൾ അതിലേക്ക് ഏതൊക്കെ ചിന്തകൾ എന്ത് വന്നാലും അതൊക്കെ ആ ലക്ഷ്യത്തിനെ കുറിച്ച് മാത്രമായി മാറും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, 90 ദിവസം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ രൂപപ്പെടുന്നത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്താണ്? 90 ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റെറ്റിക്കുലർ, ഇതാണ് ഈ റെഡ് കാണുന്നില്ലേ നമ്മുടെ ബ്രെയിനിൽ ഒരു റെഡ് ഇതിൽ കാണുന്നതാണ്, റെഡിന്റെ ബ്രെയിനിലെ പിക്ചറിൽ. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ അതിലേക്ക് കണക്റ്റഡാണ്. നമ്മൾ പിന്നീട് ഇത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ 90 ദിവസം ഇത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി നമ്മൾ പിന്നീട് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് മുഴുവൻ, അതായത് നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് അനുഭവിക്കുന്നു, എന്ത് സ്മെല്, ഇതിന് ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാത്രം. ലക്ഷ്യത്തിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് കാണാൻ തുടങ്ങും. കാരണം ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം രൂപപ്പെടും, ന്യൂറോപാത്വേ രൂപപ്പെട്ടിട്ടുണ്ട് ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. 36,000 മുതൽ 60,000 ചിന്തകൾ കണ്ടിന്യൂസ്ലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനെ പിന്നെ ഇത് മാത്രമേ കാണുള്ളൂ. നമ്മുടെ ഫോക്കസ് മൊത്തം നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രമായി മാറും. അങ്ങനെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രമായി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾക്ക് പിന്നെ ഡിസ്ട്രാക്ഷൻ ഇല്ല, നമ്മൾ വഴി തെറ്റിപ്പോവില്ല, നമ്മൾ വേറെ രീതിയിലേക്ക് ചിന്തകളിലേക്ക് പോകില്ല. നമുക്ക് ലക്ഷ്യമുണ്ട്, 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 ഈ ലക്ഷ്യം നേടണം, ഈ ലക്ഷ്യം നേടണം, ഈ ലക്ഷ്യം നേടണം, ഈ ലക്ഷ്യം നേടണം, ഈ ലക്ഷ്യം നേടണം. നിങ്ങൾക്ക് 50 ലക്ഷം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടോ? 50 ലക്ഷത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. 50 ലക്ഷം നിങ്ങൾ ഉണ്ടാക്കും. 1 കോടി നിങ്ങൾക്ക് ഉണ്ടാക്കണം. 1 കോടിയെക്കുറിച്ച് തന്നെ 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ബ്രെയിൻ മാറും. ആ 1 കോടി നേടാൻ ആവശ്യമായിട്ടുള്ള, ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബ്രെയിൻ ആയിട്ട് അത് മാറും. 50 ലക്ഷം വേണോ? ലൈക്കിന് ബ്രെയിൻ ആയിട്ട് മാറും. 10 ലക്ഷം മതിയോ? അതിനുള്ളത് അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ എന്ത് വരും? റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം രൂപപ്പെടും. പിന്നീട് നിങ്ങൾ കാണുന്ന വഴികളെല്ലാം എന്തായിരിക്കും? ആ 50 ലക്ഷം ഉണ്ടാക്കാനുള്ള വഴികൾ മാത്രമേ കാണൂ. അതിനുള്ള ആശയങ്ങൾ മാത്രമേ നിങ്ങൾ കേൾക്കൂ. അത്തരത്തിലുള്ള വ്യക്തികളോട് മാത്രമേ നിങ്ങൾ സംസാരിക്കൂ. യുവർ ലൈഫ് വിൽ ചേഞ്ച്, യുവർ ബോഡി വിൽ ചേഞ്ച്, യുവർ ലൈഫ് സ്റ്റൈൽ വിൽ ചേഞ്ച്, യുവർ ഹാബിറ്റ്സ് വിൽ ചേഞ്ച്, ദ പീപ്പിൾ യു വിൽ ബി ടോക്കിംഗ് വിൽ ബി ചേഞ്ച്. നിങ്ങളുടെ ചുറ്റുപാടുകളെല്ലാം, നിങ്ങൾ താമസിക്കുന്ന വീട് ചുറ്റുപാട് മാറിയിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? സഞ്ചരിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ കാഴ്ചകളെത്തും, ചിന്തകളെത്തും. അത്തരത്തിലുള്ള പുസ്തകങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തകളെത്തും, ശ്രദ്ധ തിരിയും. ആ ലക്ഷ്യം നേടാൻ സഹായിക്കാൻ പറ്റുന്ന വ്യക്തികളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയും, അവസരങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയും. അത് മാത്രം കണ്ടു തുടങ്ങും. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾക്ക് വേണ്ട ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ കാണാൻ തുടങ്ങും. ഇപ്പൊ നിങ്ങളൊരു ഒരു എക്സാമ്പിൾ പറയൂ. നിങ്ങൾക്കൊരു വാഹനം വേണം. ഓക്കെ, ഒരു വാഹനം വാങ്ങും. നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റ വാഹനമാണെന്ന് വെച്ചോ. അതൊരു ഓക്കെ, ഒരു മെറൂൺ കളർ വാഹനമാണ് നിങ്ങൾ ഇന്നോവ ക്രിസ്റ്റയുടെ വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ അത് വാങ്ങാൻ ആഗ്രഹിച്ചു. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. 90 ദിവസം, അടുത്ത 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 36,000 മുതൽ 60,000 ചിന്തയിൽ 80% ചിന്തയിൽ ഈ വാഹനം വാങ്ങണം, 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 എങ്ങനെ വാങ്ങും, എങ്ങനെ വാങ്ങും, എങ്ങനെ ഞാൻ ലോൺ എടുത്ത് വാങ്ങണോ, അതല്ലാതെ രീതിയിൽ വാങ്ങണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് വാങ്ങാൻ പറ്റുക, അതിന് വേണ്ടിയിട്ട് പണം എങ്ങനെ സമ്പാദിക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് എൻ്റെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 90 ദിവസം കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കുക? ആ പണം വാങ്ങാനുള്ള പണം നിങ്ങളിലേക്ക് വരും. ആ കാറ് വാങ്ങാനുള്ള പണം നിങ്ങളിലേക്ക് വരും. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പണം ഉണ്ടാക്കാനുള്ള ഐഡിയ നിങ്ങളിലേക്ക് വരും. നിങ്ങളെ സഹായിക്കാൻ വ്യക്തികൾ വരും. പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ കാണുന്ന വാഹനം ഏതായിരിക്കും? ഏത് വാഹനം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏത് കാണും? ഒന്ന് കമന്റ് ചെയ്തേ. അല്ലേ? നിങ്ങൾ ഈ വാഹനം കാണും, ഇന്നോവ ക്രിസ്റ്റ കാണും, നോ ഡൗട്ട്. അതും ഈ മെറൂൺ കളർ തന്നെ കാണാൻ തുടങ്ങും. അത്രയും കാലം നിങ്ങൾ കാണാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരുന്ന ഒരു സാധനം ശ്രദ്ധയിലേക്ക് വരാൻ തുടങ്ങും. നിങ്ങൾ മാഗസിൻസ് വായിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ പരസ്യം കാണുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഇന്നോവ ക്രിസ്റ്റയുടെ പരസ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികളോ, ഒരു കാർ ലോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ കാർ ലോണിന്റെ പരസ്യം കാണും നിങ്ങൾ. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും, എനിക്ക് എൻ്റെ കാറിന് വേണ്ടിയിട്ട് എന്താണ്.
അതുമായി ബന്ധപ്പെട്ട ഇതുവരെ നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളിലേക്ക്, ആ ലക്ഷ്യത്തിന്റെ വഴികളിലേക്ക്, അതിന്റെ ഒരു വലിയൊരു മേഖല നിങ്ങളുടെ മുൻപിൽ തുറക്കാൻ തുടങ്ങും. വഴികൾ, ഓപ്ഷൻസ് നിങ്ങളുടെ മുൻപിൽ തുറക്കും. സുബൈർ പറയുന്നത് മെഴ്സിഡീസ് ബെൻസ്. മെഴ്സിഡീസ് ബെൻസിൽ തന്നെ ഏത് മോഡലാണെന്ന് പറയൂ സുബൈർക്ക. ആ ഒരു മോഡൽ തന്നെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് തന്നെ കണ്ടുപിടിക്കും. ഇത് റിയൽ ആണോ അല്ലേ എന്നുള്ളത്, ഞാനിപ്പോൾ പറഞ്ഞത് റിയൽ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ കാര്യമുള്ളൂ. നിങ്ങൾ ഇതിനു മുൻപ് സ്വന്തമാക്കിയിട്ടുള്ള ഒരു കാര്യം ചിന്തിച്ചു നോക്കും. അത് വീടാവാം, കാറാവാം, വാഹനമാവാം, ബൈക്കാവാം, വട്ടെവർ ഇറ്റ് ഈസ്. അത് വാങ്ങുന്നതിന്റെ ഒരു തൊട്ട് മുൻപുള്ള 90 ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. 90 ദിവസം, അത് വാങ്ങുന്നതിന് മുൻപുള്ള 90 ദിവസം ഒന്ന് പറയൂ. 90 ദിവസം ശരിയല്ലേ? ആ വീട് വെച്ചതിന്റെ 90 ദിവസം മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു? 36,000 മുതൽ 60,000 ചിന്തയിൽ 80% ചിന്തയും നിങ്ങൾക്കതായിരുന്നില്ലേ? വീട് വെക്കലായിരുന്നില്ലേ? നിങ്ങളുടെ വാഹനം നിങ്ങൾ വാങ്ങിയതിന്റെ 90 ദിവസം മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു? 3 മാസം മുൻപുള്ള അവസ്ഥ. ആ വാഹനത്തെ കുറിച്ചായിരുന്നില്ല നിങ്ങൾ ചിന്തിച്ചിരുന്നത്? അത് സ്വന്തമാക്കുന്നതിനെ കുറിച്ചല്ല ചിന്തിച്ചിരുന്നത്? അത് നിങ്ങളിലേക്ക് വരുന്നതിനെ കുറിച്ചല്ല ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്? യെസ്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വളരെയധികം അടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് അടുത്ത 90 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ്ലി 36,000 മുതൽ 60,000 ചിന്തയിൽ 80% ചിന്തയും അതിനെക്കുറിച്ച് തന്നെ ആക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച്. വേണ്ടാത്തതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, വേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുക. ആൻഡ് വാട്ട് ഹാപ്പൻസ്? നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ഒരു 60% നടന്നിട്ടുണ്ടാവും. ഏറ്റവും മിനിമം. അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ആദ്യ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടാവും. അതുമല്ലെങ്കിൽ നിങ്ങൾ പകുതി യാത്ര നടത്തി കഴിഞ്ഞിട്ടുണ്ടാവും. പറയാൻ പറ്റില്ല. നിങ്ങൾ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങി അതിൽ റിസൾട്ട് കണ്ടു തുടങ്ങും പതിയെ. അതായത് റിസൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒരുപാട് മാറും. നിങ്ങളുടെ സംസാര ശൈലി മാറും, നിങ്ങളുടെ സൗഹൃദങ്ങൾ മാറും, നിങ്ങളുടെ ബന്ധങ്ങൾ മാറും, നിങ്ങൾ എവിടെ നിന്നായിക്കോട്ടെ ആ കറക്റ്റ് ബന്ധങ്ങൾ കിട്ടും, സൗഹൃദങ്ങൾ കിട്ടും, കണക്ഷൻസ് കിട്ടും, ലക്ഷ്യം കിട്ടും, സംഗതികൾ കിട്ടും, ആ ജോലി നിങ്ങൾ നേടും. നിങ്ങൾക്ക് ദുബായിൽ പോയിട്ടൊരു ജോലി വേണം, യു വിൽ ഗെറ്റ് ദാറ്റ്. അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് CV പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ തുടങ്ങും. സോ തിങ്ക് അബൌട്ട് വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം അതിനെക്കുറിച്ച് ചിന്തിക്കുക. ആൻഡ് അടുത്തത് എന്താ വേണ്ടത്? യു ഹാവ് ടു ഫീൽ ഇറ്റ്. ചിന്തിക്കുക. അടുത്തെന്താ? തോട്ട് മാനേജ്മെന്റ്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഫീൽ ചെയ്യുക. നിങ്ങൾ അത് ഓൾറെഡി അച്ചീവ് ചെയ്തതായിട്ട് ഫീൽ ചെയ്യുക. ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അത് അച്ചീവ് ചെയ്തിട്ട് അത് ഉള്ളിൽ ഫീൽ ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. അതായത് ഞാൻ ഇപ്പൊ തന്നെ അത് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് മാറിക്കൊണ്ടിരിക്കുന്നു, അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, അതിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ നേടിക്കൊണ്ടിരിക്കുന്നു, ഓൾറെഡി ഞാൻ അതിലേക്ക് യാത്ര തുടങ്ങിക്കഴിഞ്ഞു, ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ് എന്ന് ഫീൽ ചെയ്യണം. യു ഷുഡ് ഫീൽ ഇറ്റ്. അത് നമ്മളിലേക്ക് വരുന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യണം. അത് നമ്മളിലേക്ക് വരുന്നതായിട്ട് നമ്മൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടാകുന്ന സന്തോഷം ഇപ്പൊ ഫീൽ ചെയ്യണം. യെസ്, ഐ ഗോട്ട് ഇറ്റ് എന്നുള്ള പറഞ്ഞിട്ട് അത് എനിക്ക് ഇപ്പോ അത് ലഭിച്ചതായിട്ട് ഫീൽ ചെയ്തിട്ട് താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ, താങ്ക് യു സോ മച്ച് ഫോർ ഈ എന്റെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് എന്റെ ലക്ഷ്യം എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് എന്ന് യൂണിവേഴ്സിനോട് പറയും. അഡ്വാൻസ് ആയിട്ട് താങ്ക്സ് പറയാം. അതൊരു വിശ്വാസം, അതൊരു ബിലീഫാണ്. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ലഭിക്കും, എനിക്കറിയാം, ഞാനതിൽ വിശ്വസിക്കുന്നു, എനിക്കത് ലഭിച്ചിരിക്കും, അത് ഓൾറെഡി എനിക്ക് ലഭിച്ചു കഴിഞ്ഞു, താങ്ക് യു സോ മച്ച് എന്നങ്ങ് പറയാം. ഫീൽ ചെയ്തിട്ട് വിശ്വസിച്ചുകൊണ്ട് പറയാം. നിങ്ങളോട് പറയാം, ഫീൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക? താങ്ക്സ് പറയാം. അത് ഫീൽ ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. അതിലുള്ള എക്സൈറ്റ്മെന്റ് അങ്ങോട്ട് സെലിബ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. മനസ്സിലാകുന്നുണ്ട്? അത് കിട്ടിയാൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. കുഞ്ഞു കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും നിങ്ങൾ കടയിൽ പോകുമ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുക, മിഠായി വാങ്ങിച്ചു തരാന്ന് പറയണേ. അവർ ചോദിക്കുകയാണ്, എനിക്ക് മിഠായി വാങ്ങിച്ചു തരും, അല്ലെ എനിക്ക് ആ കളിപ്പാട്ടം വാങ്ങിച്ചു തരും എന്നാൽ അവർ നമ്മളോട് ചോദിക്കും. നമ്മൾ ആദ്യം പറയാ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ ഡൗൺ ആവും. പക്ഷെ ഉണ്ട്, ഓക്കെ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് എന്ന് പറയും. അവർ കിട്ടിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് കിട്ടിയിട്ടില്ല. ബട്ട് ദേ ആർ സെലിബ്രേറ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയാൽ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് അത് നമ്മൾ ഫീൽ ചെയ്യണം. യെസ് I'm going to get it. Wow, what a feel എന്ന് പറഞ്ഞ് ഫീൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഡൗട്ട് ഉണ്ട് അല്ലെ? DKM എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ചോദിക്കുന്നു, ഡൗട്ട് ഉണ്ട്.
ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ ഒരു വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണം. 2 രീതിയിൽ ചെയ്യാം. അതായത് ഒരു വിഷയത്തിൽ മാത്രം ഒരു ലക്ഷ്യം എടുക്കുക. ഏറ്റവും ആദ്യം അച്ചീവ് ചെയ്യേണ്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ട് അത് മാത്രം 90 ദിവസത്തിൽ എടുക്കുക. അതിലേക്ക് നിങ്ങൾ പെട്ടെന്ന് എപ്പോഴും ഒരു ലക്ഷ്യം എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ. മറ്റേതെന്താ വെച്ചാൽ സൈഡായിട്ട് പതിയെ ചെയ്യും. ഇങ്ങനെ മെഡിറ്റേഷനിലൊക്കെ ഉൾപ്പെടുത്തി ഇങ്ങനെ ചെയ്തു പോകും. ഒരു ലക്ഷ്യം ഏറ്റവും പ്രധാനമുള്ള ലക്ഷ്യം, പെട്ടെന്ന് നിങ്ങൾ അതിലേക്ക് എത്തും. ഡൗട്ട്ഫുൾ ആണ് ഓൺ ഹൗ ടു ലൈക്ക് സംശയമുണ്ട്, നടക്കുമോ എന്നുള്ള സംശയം. ഒറ്റ കാര്യമുള്ളൂ, എനിക്കത് അറിയണ്ട, എങ്ങനെ അത് ഞാൻ അച്ചീവ് ചെയ്യുമെന്നുള്ള എനിക്ക് അറിയണ്ട. ഐ എം ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. എനിക്കത് കിട്ടും. എനിക്ക് അപ്പം തന്നാൽ മതി, കുഴി എണ്ണേണ്ട ആവശ്യമില്ല. എനിക്കത് കിട്ടും, എനിക്കത് കിട്ടും, എനിക്കത് കിട്ടും, എനിക്കത് കിട്ടും. സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കാം. അത് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഓട്ടോമാറ്റിക്കലി മനസ്സ് വിശ്വസിക്കും. അത് പറഞ്ഞാൽ മതി. പറയാനുള്ള മൈൻഡില്ല, അതിനും ഒരു ഡൗട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഷട്ടപ്പ് യുവർ ബ്രെയിൻ, ഷട്ടപ്പ് യുവർ ബ്ലഡി അൺനെസസറി നെഗറ്റീവ് മൈൻഡ്. നിങ്ങളോട് പറയാ, വാടക്കടൂ, മിണ്ടാണ്ടിരിടും പറയാം, സ്വന്തത്തോട് പറയാം. നിങ്ങൾ നെഗറ്റീവായിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ പറയാം, മിണ്ടാണ്ടിരിക്കുക, മിണ്ടാണ്ടിരിടും. നീ ഇങ്ങനെ ചിന്തിച്ചിട്ട് എനിക്കൊന്നും കിട്ടൂല. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറയും. എനിക്കിങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ലഭിക്കാനുള്ളത് ലഭിക്കും. എന്നിലേക്ക് അത് വരും. എനിക്ക് എങ്ങനെ വേണമെന്ന് എനിക്ക് അറിയില്ല. മനസ്സിലാവുന്നുണ്ട്? എനിക്ക് എങ്ങനെ അത് നടക്കും, എനിക്ക് എങ്ങനെ അത് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്റ്റിൽ ഐ ബിലീവ് ഇൻ ദ മിറക്കിൾ. ഐ ബിലീവ് ഇൻ ദ മിറക്കിൾ. ഐ ബിലീവ് ഇൻ ദ മാജിക്കൽ സപ്പോർട്ട് ഓഫ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യും, എൻ്റെ കൂടെയുണ്ട്. ബിക്കോസ് യൂണിവേഴ്സ് ഇസ് ഗിവിങ്, യൂണിവേഴ്സ് ഇസ് ജനറസ്. ജനറസ് ആണ്, വളരെ ദയയുള്ള, കാരുണ്യവാനായിട്ടുള്ള യൂണിവേഴ്സ്. പ്രപഞ്ചനാഥനുണ്ട്, ദൈവമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തി എനിക്കത് തരും. മനസ്സിലാവുന്നുണ്ട്? ആ ലെവലിൽ നമ്മൾ എന്താ വെച്ചാൽ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇറങ്ങിത്തിരിക്കുക. ആൻഡ് വാട്ട് ഹാപ്പൻസ്, യു വിൽ ഗെറ്റ് ഇറ്റ്. അതിനുള്ള വഴി നിങ്ങൾക്ക് തുറന്നു. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫീൽ ഇറ്റ്, ഹാവിങ് ഇറ്റ്. അത് കിട്ടുന്നതായിട്ട് ഹാവ് ചെയ്യുക, വിശ്വസിക്കുക, ഫീൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇറങ്ങിത്തിരിക്കണം, അതിന്റെ പുറകെ പോകണം. അതിനു വേണ്ടിയിട്ട് അടുത്ത സംഗതിയാണെന്ന് വെച്ചാൽ തിങ്ക് പറഞ്ഞില്ലേ, ഫീല് പറഞ്ഞു, ബിലീവ്, അത് കിട്ടുന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തോട് കൂടിയിട്ട് വിശ്വസിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിശ്വാസത്തോട് കൂടിയിട്ട്. എങ്ങനെ വിശ്വസിക്കും? അങ്ങ് വിശ്വസിക്കുക, വേറൊന്നുമില്ല. വിശ്വാസം എന്ന് പറയുന്നത് കണ്ടിട്ട്, നമ്മുടെ മുൻപിൽ കണ്ട് ബോധ്യപ്പെട്ടിട്ട് വിശ്വസിക്കുന്നതിനല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഇതിന് പറയാം കാഴ്ച എന്നാ പറയുന്നത്. ഞാൻ കണ്ടു, ഇതിന് വിശ്വാസം എന്നല്ല പറയാം. ഞാൻ അനുഭവിച്ചു എന്നാ പറയാം, അതിന് അനുഭവം എന്നാ പറയാം. വിശ്വാസമല്ല. വിശ്വാസം ഉണ്ടാകുന്ന അനുഭവത്തിൽ നിന്നല്ല, വിശ്വാസം ഉണ്ടാകുന്ന വിശ്വാസത്തിൽ നിന്നാണ്, വിശ്വസിക്കുന്നതിൽ നിന്നാണ്. കാണാത്തതിനെ ലഭിക്കുമെന്ന് പ്രതീക്ഷയിലാണ് വിശ്വാസം. കാണാത്തതിനെ, അതിനാണ് വിശ്വാസം എന്ന് പറയുക. ഞാൻ വിശ്വസിക്കുന്നു. മറ്റേതെന്താ, ഞാൻ അനുഭവിച്ചു എന്നാണ്, അത് ഞാൻ വിശ്വസിക്കുകയില്ല. മനസ്സിലാകുന്നുണ്ട്? വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് വെച്ചാൽ ഇല്ലാത്തതിനെ ഇവിടെ ലഭിക്കും എന്ന് വിശ്വസിക്കല. ദാറ്റ്സ് കോൾഡ് ഹോപ്പ്. പ്രതീക്ഷയാണ് വിശ്വാസം. എനിക്ക് കിട്ടും എന്ന് ഞാൻ ചിന്തിച്ചാൽ എന്താണ്, എനിക്ക് കിട്ടിയാലോ, അല്ലേ? കിട്ടിയാൽ വലിയ നേട്ടമല്ലേ? 1 കോടിയാണ് കിട്ടിയാലോ, 10 കോടിയാണ്, 10 ലക്ഷമാണ്, 50 ലക്ഷമാണ് കിട്ടിയാലോ. സോ യു ബിലീവ് ഇൻ ഇറ്റ് ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? അടുത്തതാണ് ആക്ഷൻ വേണം. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആക്ഷൻ വേണം. ആക്ഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ആ വിശ്വാസത്തിന്റെ സ്ട്രോങ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ ആക്ഷൻ ഇല്ലേ, വിശ്വാസം ഇല്ല എന്നർത്ഥം. ആക്ഷൻ കുറവാണോ? ബിക്കോസ് യു ഹാവ് എ ഡൗട്ട്ഫുൾ മൈൻഡ്. നിങ്ങൾക്ക് വിശ്വാസമില്ല, അതാണ് കാണിക്കുന്നത് ആക്ഷൻ ഇല്ലാത്തത്. ആക്ഷൻ എന്താണ്? നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങളുടെ ആത്മാർത്ഥതയാണ്, സിൻസിയർ ആണ്. നിങ്ങൾ ആക്ഷൻ എന്ന് പറയുന്നത് അതിൽ പാഷൻ ഉണ്ടാകുമ്പോഴാണ് സിൻസിയറിറ്റി വരുന്നത്. നിങ്ങൾ അത് അർഹിക്കുന്നുണ്ട്, ഒരു ലക്ഷ്യം നിങ്ങൾ അർഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്. എത്ര ദൂരം യാത്ര ചെയ്യാനും തയ്യാറാണ്. അതിനു വേണ്ടിയിട്ട് കോഴിക്കോട് വരണം, കോഴിക്കോട് വരാൻ റെഡിയാണ്. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ റെഡിയാണ്. പഠിക്കാൻ റെഡിയാണ്. പ്ലാൻ ചെയ്യാൻ റെഡിയാണ്. എഴുതാൻ റെഡിയാണ്. ഐ എം റെഡി ടു ഡു എനിത്തിങ് to achieve my dream. എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി, എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എം റെഡി ടു വർക്ക് ഹാർഡ്, ഐ എം റെഡി ടു പ്ലേ ഹാർഡ്, ഐ എം റെഡി ടു പ്ലാൻ ഹാർഡ്, ഐ എം റെഡി ടു സോ ദാറ്റ് പാഷൻ. എവറി ഡേ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ റെഡിയാണ്. അതിനു വേണ്ടിയിട്ട് മനസ്സിലാവുന്നത് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായപ്പെട്ടു. സിൻസിയറിറ്റി, ആത്മാർത്ഥമായിട്ട്. അതുള്ളവർക്ക് അത് അർഹിക്കുന്നുള്ളത്. അല്ലാത്ത നിങ്ങൾക്ക് അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അർഹിക്കുന്നില്ല. സിംപിളി നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തോട് നിങ്ങളുടെ ആത്മാർത്ഥത ഇല്ലെങ്കിൽ നിങ്ങൾ പണിയെടുക്കില്ല.
അപ്പൊ മനസ്സിലാക്കുക, ആത്മാർത്ഥത പണിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥത ഇല്ല, വിശ്വാസം ഇല്ല. അങ്ങനെയുള്ള നിങ്ങൾക്ക് എങ്ങനെ തരാനായി യൂണിവേഴ്സ്? എന്നിട്ട് കിടന്നിട്ട് ചോദിക്കാം, ഞാൻ പണിയൊന്നും കൊടുക്കൂല, വേണമെങ്കിൽ തന്നോ. നല്ലതും കിട്ടും, അവിടെ ഇരുന്നോ. മനസ്സിലാവുന്നുണ്ടോ? നടക്കൂല. കുറച്ചൊക്കെ സ്നേഹം കാണിക്കടോ. ആ ലക്ഷ്യത്തോട് കുറച്ച് സ്നേഹം കാണിക്കുമ്പോൾ ആ ലക്ഷ്യത്തിന് നിങ്ങളുടെ അടുത്തേക്ക് വരാനൊരു സ്നേഹമുണ്ടോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ വാടോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് നിനക്ക് താല്പര്യം എന്റെ കൂടെ വന്നാൽ മതി. അതിനൊന്നും വരൂല. ഒരു ഇഷ്ടത്തോടു കൂടി, ഒരു പ്രണയത്തോടു കൂടി, ഒരു താല്പര്യത്തോടു കൂടി കാണിക്കുക. ഇന്നേ വരെ ഏതെങ്കിലും ഒരു കാമുകന്റെ കൂടെ പോന്നിട്ടുണ്ട് എങ്കിൽ എന്താണ്, ആ കാമുകൻ ഒരുപാട് താല്പര്യത്തോട് കൂടിയിട്ട് ആ കാമുകിയുടെ പുറകെ നടന്നിട്ടുണ്ടാവും, ഇല്ലേ? അപ്പോഴാണ് എന്താ വെച്ചാല് ഒരു പ്രണയം ഉണ്ടായി. അത്രയും കാലം നടക്കുമ്പോൾ ആ പെണ്ണിനും തോന്നും ഒരു പ്രണയം, ഇവൻ എന്നെ എത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ, ഇത്ര ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അപ്പൊ എനിക്കും അങ്ങോട്ട് തോന്നും. അങ്ങനെയാണ് അത് തോന്നല്. ആദ്യം താല്പര്യമൊന്നും ഇല്ലാത്ത ആൾക്കാർ പിന്നീട് പ്രണയം തോന്നുന്നത്. എന്നതുപോലെ തന്നെ ലക്ഷ്യത്തിന്റെ കാര്യം, പ്രണയം ഉണ്ടാവണം, പ്രണയിക്കണം, ലക്ഷ്യങ്ങളോട് പ്രണയിക്കണം. അപ്പൊ ലക്ഷ്യം നിങ്ങളുടെ കൂടെ വരും. ലക്ഷ്യത്തെ പ്രണയിക്കുക, പ്രണയം ലക്ഷ്യം തിരിച്ച് നിങ്ങളുടെ പ്രണയിക്കാൻ പറ്റും. ബി എ ലവർ, ഒരു കാമുകനായി മാറണം, ഒരു കാമുകിയായിട്ട് മാറണം. എന്നിട്ട് നിങ്ങൾ പ്രണയിക്കണം, ലക്ഷ്യത്തെ പ്രണയിക്കണം, ആഗ്രഹങ്ങളെ പ്രണയിക്കണം, പൊടി തട്ടിയെടുക്കണം, അല്ലാതെ നെഞ്ചോട് ചേർക്കണം. ആ ലക്ഷ്യത്തെക്കുറിച്ച് കവിതകൾ എഴുതണം, ആ ലക്ഷ്യത്തെക്കുറിച്ച് ആഗ്രഹങ്ങൾ എഴുതണം, ഡയറിയിൽ നിറയെ എഴുതി വെക്കണം. ആ ലക്ഷ്യത്തെക്കുറിച്ചുള്ള അതിന്റെ പിക്ചർ എടുത്തിട്ട് എന്ത് ചെയ്യണം, ലൈക്ക് വാൾപേപ്പർ ആയിട്ട് ചുമരിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വിഷൻ ബോർഡായിട്ട് ക്രിയേറ്റ് ചെയ്യണം, കൂടെ കൊണ്ട് നടക്കണം. ആ ലക്ഷ്യം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വായിക്കണം, എഴുതണം, പ്ലാൻ ചെയ്യണം, ഫീൽ ചെയ്യണം. അതിൽ പ്രണയാതുരയായിട്ട് ഇങ്ങനെ അതിലിങ്ങനെ ചിന്തിച്ച് രമിച്ച് ആസ്വദിച്ച് ജീവിക്കണം ഓരോ ദിവസം. യു വിൽ ഗെറ്റ് ഇറ്റ്. അത് പണമാണെങ്കിലും ശരി, വീടാണെങ്കിലും ശരി, അവസരങ്ങളാണെങ്കിലും ശരി. ഡു യു ലവ് യുവർ ഗോൾ? നിങ്ങൾ നിങ്ങളെ ലക്ഷ്യത്തെ പ്രണയിക്കുന്നുണ്ടോ? അപ്പോഴാണ് ആത്മാർത്ഥത കാണുന്നത്, അപ്പോഴാണ് ഇഷ്ടം കാണുന്നത്, അപ്പോഴാണ് അത് ലക്ഷ്യത്തിനൊരു താല്പര്യം ഉണ്ടാകുന്നത്. ഇവന്റെ കൂടെ പോവാം, ഇവളുടെ കൂടെ പോവാം. മനസ്സിലാവുന്നുണ്ടോ? എന്നാ പ്രണയം നിർത്തി, എന്നാ സ്നേഹം നിർത്തി, അതുപോലെ ലക്ഷ്യം ഇറങ്ങിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത്, പ്രണയമാണെല്ലാം, പ്രണയിക്കുന്നവർക്കെല്ലാം കിട്ടും. സ്നേഹത്തിലാണ് കാര്യം കിടക്കുന്നത്. സ്നേഹിക്കുക, നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്ന പോലെ, ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്ന പോലെ. യു ഷുഡ് ലവ്. അത് ചെയ്യണം. ക്ലിയർ ആണോ? ലക്ഷ്യങ്ങൾ നിങ്ങൾ പണിച്ച് നിങ്ങളുടെയൊക്കെ ലക്ഷ്യങ്ങൾ വരും. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് മനസ്സിലാവുന്നുണ്ടോ? ഡു അഗ്രി വിത്ത് മീ? ഇഫ് യു അഗ്രി വിത്ത് മീ, ജസ്റ്റ് കമന്റ് ഡൗൺ. 100 കമന്റ് ചെയ്യുക, 100%. 100 കമന്റ് ചെയ്യുക, 100% യെസ്. ഡു അഗ്രി വിത്ത് മീ? ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ ലൈഫിലേക്ക് യു ഹാവ് ടു ലവ്. അപ്പൊ പണമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പണത്തെ സ്നേഹിച്ചേ പറ്റൂ. യു ഹാവ് ടു ലവ് മണി. നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടത്, നല്ല വരുമാനമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ യു ഹാവ് ടു ലവ് ദാറ്റ് മണി, ദാറ്റ് എമൗണ്ട്. ലവ് യുവർ വർക്ക്, ലവ് യുവർ ആക്ടിവിറ്റി. മനസ്സിലാവുന്നു? സോ ഫസ്റ്റ് എന്താ പറഞ്ഞത്? തിങ്ക് അബൌട്ട് ഇറ്റ്. സെക്കൻഡ്, ഫീൽ അബൌട്ട് ഇറ്റ്. തേർഡ് എന്താ പറഞ്ഞത്? ബിലീവ്, വിശ്വസിക്കണം. ദെൻ അടുത്തെന്താ? ആക്ഷൻ. പാഷനേറ്റ് ആയിട്ടുള്ള ആക്ഷൻ വേണം. ആ ആക്ഷൻ ഉണ്ടാകുമ്പോൾ, നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നമ്മളിലേക്ക് വരും. നമ്മൾ രണ്ട് കൽപ്പിച്ച് ഇറങ്ങണം. ഞാൻ നിന്നെയും കൊണ്ടേ പോകൂ. പെണ്ണിനോട് പറയുന്ന പോലെ, ഇഷ്ടപ്പെട്ട ആളോട് പറയുന്ന പോലെ, ഞാൻ നിന്നെയും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞിട്ട് ആ ലക്ഷ്യത്തിന്റെ പിന്നാലെ ചെന്നിട്ട് യു ഹാവ് ടു ഗോ ആൻഡ് ഗ്രാബ് ഇറ്റ്. യു ഹാവ് ടു ഗോ ആൻഡ് ഗ്രാബ് ഇറ്റ്. അങ്ങോട്ട് നേടിയെടുക്കണം. അത്രയും കൺവിക്ഷൻ ഉണ്ടാണ്. ഐ ഡിസേർവ് ഇറ്റ്. ചില ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ, അവർക്ക് എന്താ വെച്ചാൽ, എനിക്കിതൊക്കെ നടക്കുമോ, അല്ലേ? മറ്റേ ചില പ്രണയിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന വെച്ചാൽ,
അവൾക്ക് എന്നെ ഇഷ്ടാവോ, അല്ലെങ്കിൽ അവൻ എന്നെ ഇഷ്ടാവോ, ഒരു ഡൗട്ട്, എന്നെ ഇഷ്ടാവോ, ഞാൻ അത്ര ഭംഗിയുണ്ടോ, അല്ലെങ്കിൽ നോ, അങ്ങനെയല്ല. ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടും, അതിന് പിന്നാലെ പോകണം. വിടില്ല ഞാൻ, യെസ് എന്നുള്ളതാണ്. ആ ലെവല് നമ്മൾ എന്താണെന്ന് വെച്ചാല് ലക്ഷ്യത്തിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ പ്രണയം ഫീൽ നമ്മൾ ആ ലെവലിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകണം. അപ്പൊ സെൽഫ് ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. ഡു ഐ ഡിസേർവ് ഇറ്റ്? അത് കോൺഫ്ലിക്റ്റിംഗ് ആണ്. അതേപോലെ തന്നെ അതിന്റെ കൂടെ വരുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അത് എൻജോയ് ചെയ്യാൻ തയ്യാറാവണം. ദാറ്റ്സ് കോൾഡ് പാഷൻ. എല്ലാത്തിനെയും ഇഷ്ടപ്പെടണം. അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടണം, അതിലേക്ക് സമർപ്പിക്കണം. ദാറ്റ്സ് കോൾഡ് കമ്മിറ്റ്മെന്റ്. അതിൽ പ്രയാസമുണ്ടാകും, പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, കഷ്ടപ്പാടുകൾ ഉണ്ടാകും. പക്ഷേ എന്ത് ചെയ്യണം? ആ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അതാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. പക്ഷെ അവിടെ എന്ത് കിട്ടണം? ആ സ്നേഹം കിട്ടണം, പ്രണയം കിട്ടണം, അത് ആസ്വദിക്കണം, അത് ലക്ഷ്യം നിങ്ങൾക്ക് തരുന്നതായിരിക്കണം. സോ ആ ലെവലിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് നിങ്ങളിലേക്ക് എന്ത് ചെയ്യും? ആ ലക്ഷ്യം നടക്കുക തന്നെ ചെയ്യും. അപ്പൊ 36,000 മുതൽ 60,000 ചിന്തകൾ ഒരു ദിവസം കടന്നു വരുന്നതിൽ 80% ചിന്തയും 90 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഇതൊക്കെ തന്നെയായിരിക്കും. ഇതല്ലേ പ്രണയത്തിൽ സംഭവിക്കാറുള്ളത്? അവനെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ തുടങ്ങും, അവളെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ തുടങ്ങും. മെസ്സോർണം അല്ലേ? പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ തന്നെയല്ലേ സംഭവിക്കാറുള്ളത്? ശരിയല്ലേ? ശ്രമിക്കുന്നു, പഴയ പരാജയങ്ങൾ വീണ്ടും ഓർമ്മ വരുന്നു. ഹീൽ ചെയ്യണം, ട്രോമാസ് ഹീൽ ചെയ്യണം. അപ്പൊ അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വരില്ല. പഴയതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത്, നമ്മുടെ പാസ്റ്റിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നമുക്ക് ബിൽഡ് ചെയ്യാം. അതിനാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. 20-ാം തീയതി നടക്കുന്ന കോഴ്സ് ഉണ്ട്. കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പഴയ സംഗതികൾ മൊത്തം നമുക്ക് എന്ത് തുടച്ചു നീക്കാം. അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പഴയതിനെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് പുതിയ നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള, ബിലീഫുള്ള, വിശ്വാസമുള്ള, കോൺഫിഡൻസ് ഉള്ള, ആത്മവിശ്വാസമുള്ള, ആത്മധൈര്യമുള്ള, എന്ത് തന്നെയാണെങ്കിലും ഞാൻ അത് അച്ചീവ് ചെയ്യുമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാക്കിയിട്ട് പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കോഴ്സാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം. അല്ലെ? പ്രണയിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രണയം അനുഭവിച്ചവർക്ക് അറിയാം. എന്താ വെച്ചാല് പിന്നെ അതിന് കണ്ണും മൂക്കൊന്നും ഇല്ല. കാണുന്ന മുഴുവൻ അവളെക്കുറിച്ച്, അവനെക്കുറിച്ച്. എസ്വർണോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്ത. വേറെ ഒന്നുമില്ല, ഭക്ഷണമില്ല, വേറെ ഒന്നും വേണ്ട, ഒരു താല്പര്യവും ഇല്ല, വേറെ ഒന്നും വേണ്ട. കംപ്ലീറ്റ് അയാളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്, വാട്ട് ഹാപ്പൻസ്. അപ്പൊ ഇതിന് വല്ല ഏജ് ബാറും ഉണ്ടോ റാഷിദ്? ഒരു ഏജ് ബാറും ഇല്ല. ആരാ ഏജ് ബാർ നിശ്ചയിക്കുന്നത്? ഇതിന് അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. നിങ്ങൾക്ക് എത്ര പ്രായം ഉണ്ടായിക്കോട്ടെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. ജസ്റ്റിൻ ബീബർ 13-ാമത്തെ വയസ്സിൽ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്ത് തുടങ്ങിയ ആളാണ്. എന്നാൽ 65-ാമത്തെ വയസ്സിലാണ് കേണൽ സാൻഡേഴ്സ് എന്ന് പറയുന്ന KFCയുടെ ഉടമ അദ്ദേഹത്തിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. 52-ാമത്തെ വയസ്സിലാണെന്ന് വെച്ചാൽ റേ ക്രോക്ക് എന്ന് പറയുന്ന ആൾ മെക്ഡൊണാൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ആഗ്രഹങ്ങൾ എത്രയോ ആൾക്കാരില്ലേ 90 വയസ്സ് 100 വയസ്സ് അല്ലേ 90 എത്രയോ വയസ്സിനിടയിൽ പോയിട്ട് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാർ. നമ്മൾ അറിയപ്പെടുന്ന ഇന്ദ്രൻസ് എന്ന് പറയുന്ന സിനിമാ നടൻ ഇതാ ഇപ്പൊ പോയിട്ട് 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം ഇനി അടുത്തത് 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയും കൂടെ എഴുതണം. അദ്ദേഹത്തിന് ഇത്രയും പ്രായത്തിന് ശേഷമാണ്. ഒരാഗ്രഹമാണ്. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോയിട്ട് നടപ്പിലാക്കണം. സോ നോ ഏജ് ബാർ. ആര് എന്ത് ഏജ് ബാർ? ഇതൊക്കെ നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടേതാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് വേറെ ഒരാൾ സപ്പോർട്ട് ചെയ്യും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് സപ്പോർട്ട് എന്തായാലും കിട്ടും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തികളായിക്കോണമെന്നില്ല. അവരെക്കാട്ടിലും നല്ല മികച്ച വ്യക്തികളായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകും. നിങ്ങളുടെ ജീവിത പങ്കാളി സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ഭർത്താവ് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ സപ്പോർട്ട് ചെയ്യണം. അവരായിരിക്കില്ല സപ്പോർട്ട് ചെയ്യുക. കാരണം അവർക്കിത് മനസ്സിലാവില്ല. കാരണം ഇത് അവരുടെ സ്വപ്നമല്ല. ആർക്കാണോ നിങ്ങളുടെ സ്വപ്നം മനസ്സിലാവുന്നത് അവർക്ക് മാത്രമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയൂ. സോ ഫൈൻഡ് ദാറ്റ് പേഴ്സൺ. നിങ്ങൾ കണ്ടിന്യൂസ്ലി ചിന്ത കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വ്യക്തി
നിങ്ങളുടെ മുൻപിൽ എത്തും. 36,000 മുതൽ 60,000 ചിന്തയിൽ 80% ചിന്ത ലക്ഷ്യത്തെക്കുറിച്ച് കൊടുത്തു നോക്കൂ. നിങ്ങളെ ഗോളിലേക്ക് എത്താൻ സഹായിക്കുന്ന വ്യക്തി നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരായിക്കോണം എന്നില്ല, ചിലപ്പോൾ ഫാമിലിയുള്ളവർ തന്നെ ആവാം, അറിയില്ല. പക്ഷെ നമുക്ക് നിർബന്ധം പിടിക്കാൻ പാടില്ല. നമ്മൾ നിർബന്ധം പിടിക്കും വേണ്ട. അങ്ങനെ പിടിച്ചിട്ട് അവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ആകെ ദുഃഖിതരായി പോകും. അങ്ങനെ കുറെ ആൾക്കാർ ദുഃഖിതരായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എൻ്റെ ഭാര്യനെ സപ്പോർട്ട് ചെയ്തില്ല, എൻ്റെ മക്കളെ സപ്പോർട്ട് ചെയ്തില്ല, എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്തില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദെയർ ഗോൾ. അത് അവരുടെ ഗോളല്ല, അത് അവരുടെ ലക്ഷ്യമല്ല, ഇത് നിങ്ങളുടെ ഗോളാണ്, നിങ്ങളുടെ ലക്ഷ്യമാണ് എങ്കിൽ മറ്റുള്ളവരെന്നെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും എൻ്റെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി യാത്ര ഞാൻ തുടർന്നുകൊണ്ടിരിക്കും. അത് ഞാൻ അച്ചീവ് ചെയ്യും. അതിനുവേണ്ടി ഞാൻ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് സീരിയസ് ആണ് എന്നുള്ളത് നിങ്ങളുടെ വീട്ടുകാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ മുൻപിൽ കീഴടങ്ങല്ലാതെ വേറെ വഴിയില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിന് മുൻപിൽ കീഴടങ്ങല്ലാതെ വേറെ വഴിയില്ല. അവർക്ക് അത് സമ്മതിക്കല്ലാതെ വേറെ വഴിയില്ല. കുറച്ച് വിപ്ലവമൊക്കെ ഉണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കുക, ലൈഫിൽ, ജീവിതത്തിൽ, ഈ ലോകത്ത് തന്നെ മാറ്റം, ഏത് സമൂഹത്തിലായിക്കോട്ടെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലായിക്കോട്ടെ, എന്തിനാണെങ്കിലും ശരി, മാറ്റം സാധ്യമാകുന്നത് ചില വിപ്ലവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, ചില തകിടം മറച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ്, ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോഴാണ്, ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ചില കാര്യങ്ങൾ മാറുമ്പോഴാണ്. നിങ്ങളുടെ പെരുമാറ്റ രീതി മാറും, നിങ്ങളുടെ തീരുമാനമെടുക്കുന്ന രീതി മാറുമ്പോഴാണ്. മാറ്റമുണ്ടാകുന്നത് നിങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, നിങ്ങളുടെ രീതികളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ ചിന്താരീതികളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, നിങ്ങളുടെ ശീലങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, നിങ്ങളുടെ സംസാര രീതിയിൽ ചില മാറ്റങ്ങളുണ്ട്, നിങ്ങളുടെ സംസാരത്തിന്റെ ടോണിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ് ചിലപ്പോൾ മാറ്റം ഉണ്ടാകുന്നത്. മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ, ഭൂകമ്പം ഉണ്ടാകുമ്പോഴാണ് ചില സ്ഥലങ്ങളിൽ ആകെ ഭൂപ്രകൃതി ആകെ മാറി കുറച്ച് പ്രയാസമുള്ള അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ അസ്വസ്ഥതകളൊക്കെ അതിന്റെ ഭാഗമാണ്. ഇറ്റ്സ് ഓക്കെ, ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്. നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണ്, സോ ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്. നല്ലത് സംഭവിക്കും, നല്ലതിന് വേണ്ടിയിട്ടാണ് സംഭവിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ദുഃഖിച്ച് ഇതിലും വലിയൊരു വിഷമാവസ്ഥയിലൂടെ കടന്നുപോകും. അസുഖങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, സ്വപ്നങ്ങളൊന്നും നേടാൻ കഴിയാതെ വിഷമിച്ച് അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ദാറ്റ് ഈസ് ആൾസോ ദെയർ. സോ സംടൈംസ് there will be some problems and that's okay. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി സമാധാനത്തിൽ അങ്ങോട്ട് ചിലപ്പം ആയിക്കോളുന്നില്ല. പക്ഷേ എന്നാലും ശാന്തമായിട്ട്, എല്ലാ മാറ്റങ്ങളുടെയും തുടക്കം പ്രയാസമായിരിക്കും, മധ്യത്തിൽ അത് കുഴഞ്ഞു മറിഞ്ഞിരിക്കും, പക്ഷേ അന്ത്യത്തിൽ അത് ശാന്തമായിരിക്കും. ആ ബിലീഫ് വേണം. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമാണ്, it will be hard in the beginning, it will be messy in the middle, but peaceful at the end. തുടക്കത്തിൽ പ്രയാസമായിരിക്കും, മധ്യത്തിൽ കുഴഞ്ഞു മറിഞ്ഞിരിക്കും, അന്ത്യത്തിൽ ശാന്തമായിരിക്കും. സ്വർണം, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പല തീരുമാനം എടുത്തിട്ട് അവസാനം എന്തായാലും എല്ലാം ശാന്തമായില്ലേ? എന്തും സംഭവിച്ചോട്ടെ, ശാന്തമാകും. അത് നിങ്ങൾക്ക് ശീലമാകും, അത് നിങ്ങൾ ഓക്കെ ആകും, അത് നിങ്ങൾക്ക് കാംഫുള്ളായി വരും, നിങ്ങൾ അത് ഓക്കെ ആയിട്ട് വരും, നിങ്ങളുടെ ലൈഫ് പിന്നെയും ബെറ്റർ ആയിട്ട് മുന്നോട്ട്. സോ ഡോണ്ട് വറി, whatever that happens, don't worry at all. വറീഡ് ആവണ്ട, അത് റെഡി ആയിക്കോളും. പക്ഷെ തുടക്കത്തിലും മധ്യത്തിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ സമയത്തൊന്ന് പിടിച്ചു നിൽക്കുക. ഇറ്റ്സ് ഓക്കെ, അത് സ്വാഭാവികമാണ്. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ബട്ട് യു വിൽ ബി ഇൻ യുവർ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന നിങ്ങളുടെ ആ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിയിരിക്കും. നിങ്ങൾ കൂടുതൽ സന്തോഷവാനായിരിക്കും, കൂടുതൽ ഹാപ്പി ആയിരിക്കും. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എത്തേണ്ട സ്ഥലത്തെത്തും, നിങ്ങൾ എത്തേണ്ടിടത്തെത്തും. That is also part of it. ക്ലിയർ ആണോ? നിങ്ങൾക്ക് സപ്പോർട്ട് നൽകാൻ കഴിയുന്ന ആ റൈറ്റ് വ്യക്തിയിലേക്ക് നിങ്ങൾ എത്തും, നിങ്ങളെ കൊണ്ട് പറക്കാൻ പോകുന്ന വ്യക്തിയിലേക്ക്. സോ ഓൾവേസ് ട്രസ്റ്റ് ദ പ്രോസസ്. വിശ്വസിക്കുക, ഞാൻ അവിടേക്കുള്ള യാത്രയിലാണ്, ഞാൻ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. So never doubt yourself. മനസ്സിലാവുന്നുണ്ടോ? Do you agree with me? If you agree with me, just comment down 100. If you agree with me, just comment down 100.
100 എന്ന് കമന്റ് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്യുക. യാ, ഈസ് ഇറ്റ് ഹെൽപ്ഫുൾ? ഞാൻ ഈ പറഞ്ഞത് ഹെൽപ്ഫുൾ ആണോ? യെസ്, യെസ്. ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ, സോ കമന്റ് ഡൗൺ. സോ എനിക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം. അതിന് 36,000 മുതൽ 60,000 ചിന്തയിൽ 80% ചിന്ത ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. 2011 ഡോക്ടർ പി വിജയൻ സാർ എന്നോട് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ പോയിന്റ് ഇതാണ് എന്നെ ചേഞ്ച് ചെയ്തത്. ഞാൻ ആകെ ചെയ്തത് ഇതായിരുന്നു. അദ്ദേഹം ഇത് പറഞ്ഞു, 36,000 മുതൽ 60,000 ചിന്തയിൽ 80% ചിന്ത, നിനക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എനിക്കൊരു ട്രെയിനർ ആവണം, എനിക്ക് ഇന്റർനാഷണൽ ലെവലിൽ ട്രെയിനർ ആവണം, ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ട് ഒരുപാട് ആൾക്കാരെ ക്ലാസ് എടുക്കണം. അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ ഇദ്ദേഹം ഈ പറഞ്ഞ സംഗതി അന്ധമായി അങ്ങ് വിശ്വസിച്ചു. ഞാനൊരു പൊട്ടനായിരുന്നു, ഞാനൊരു ബുദ്ധൂസായിരുന്നു. ഞാൻ അദ്ദേഹം പറഞ്ഞത് അന്ധമായി അങ്ങ് വിശ്വസിച്ചു. ഞാൻ അതിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയില്ല, അതിബുദ്ധി കാണിച്ചില്ല, അതെങ്ങനെ ശരിയാവും, ഇതെങ്ങനെ ശരി ഒന്നും ചോദിച്ചില്ല. അദ്ദേഹം അത് പറഞ്ഞു, ഓക്കെ അദ്ദേഹം പറഞ്ഞു. എനിക്ക് വേറെ വഴിയൊന്നുമില്ല, ഞാൻ അത്രയും കടത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നിൽക്കുന്നത്. ഞാൻ അങ്ങ് വിശ്വസിച്ചു. ഇത്രേ ഉള്ളൂ അല്ലേ? 36,000 മുതൽ 60,000 ചിന്തയിൽ 80% ചിന്തയിൽ ഇതിനെക്കുറിച്ച് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഒന്നും നോക്കില്ല, അതന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ലൈക്ക് നമ്മളിങ്ങനെ ഫീൽ ചെയ്യണം, നമുക്കത് കിട്ടിയതായിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി അതിങ്ങനെ ഫീൽ ചെയ്ത് എക്സൈറ്റ്മെന്റ് എപ്പോഴും ഫീൽ ചെയ്യണം. കിട്ടാൻ പോകുന്നു, കിട്ടുന്നു, അതിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അവിടെ എത്തും, ആ എത്തുമ്പോഴുള്ള രസം അതൊന്ന് ആലോചിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ മനസ്സിൽ അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചിന്ത കൊടുത്തുകൊണ്ടിരിക്കും, തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് ഹാപ്പൻഡ് ഈസ് ലൈക്ക് ആ എനർജി അതിങ്ങനെ ട്രാൻസ്ഫർ ആയി, അത് ഒരു ആശയമായി മാറി, അതൊരു ആഗ്രഹങ്ങളായി മാറി, ഐഡിയാസായി മാറി, വ്യക്തികളെ പോയി കാണൽ തുടങ്ങി, കണ്ടുമുട്ടൽ തുടങ്ങി. ഞാൻ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നിങ്ങളൊരു വല്ലാത്ത ലക്ഷ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല, നിങ്ങൾ യാത്ര ചെയ്യും. ലക്ഷ്യമില്ലാത്ത ആൾക്കാർ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്നു, ആ റൂമിൽ തന്നെ ഇരിക്കുന്നത്, കാര്യമായിട്ടൊന്നും ചെയ്യില്ല, യാത്ര ചെയ്യില്ല, പുറത്തു പോകില്ല, ഒന്നും ചെയ്യില്ല. They are stuck. Are you stuck in your house? ആ വീട്ടിൽ ആ ചുമരുകൾ തന്നെ എത്ര കാലമായി കാണാൻ തുടങ്ങിയിട്ട്? ആ വീട് തന്നെ എത്ര കാലമായി കാണാൻ തുടങ്ങി? ആ ചുമരുകൾ തന്നെ എത്ര കാലമായി അവിടുന്ന് പുറത്തിറങ്ങിയിട്ട്? ഇറങ്ങടോ പുറത്ത്, കട്ടക്ക് പുറത്ത് പറഞ്ഞ മാതിരി അവിടുന്ന് പുറത്തിറങ്ങും, വണ്ടി വിളിച്ച് പോവും. എവിടെയാണോ നിങ്ങളുടെ ലക്ഷ്യമുള്ളത്, എവിടെയാണോ നിങ്ങളുടെ അറിവ് കിടക്കുന്നത്, എവിടെയാണോ ഏത് പുസ്തകമാണ്, അതിലേക്ക് ചെല്ല്, ഇറങ്ങിത്തിരിക്കി, ഇറങ്ങണം, അസ്വസ്ഥമാകണം. എനിക്ക് പോയേ പറ്റൂ, എനിക്ക് അവിടെ എത്തിയേ പറ്റൂ എന്നുള്ള ഒരു ചിന്ത വേണം, ഒരു ബോധം വേണം. അല്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കുക, ലക്ഷ്യം വേണം, സംഗതികൾ വേണം, അത് വേണം, നടക്കുക എനിക്ക് അറിയില്ല, വല്ലപ്പോഴും നടന്നാലായി, എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും, നടക്കൂല എന്നും പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കണക്കാം. ഗെറ്റ് ഔട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, മൂവ് യുവർ ആസ് എന്ന് പറയും. ആ ചന്തി എടുത്തിട്ട് ഇറങ്ങി പോണം. ഇവിടെ അത് അവിടെയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കരുത്. ആ വേര് പിടിക്കും, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേര് പിടിക്കും, തുരുമ്പ് പിടിക്കും. ഗെറ്റ് ഔട്ട്, എടുത്തിറങ്ങും, സ്വപ്നങ്ങളുടെ പിറകെ പോ, ആഗ്രഹങ്ങളുടെ പിറകെ പോ. ആ യാത്ര അത്ര എളുപ്പമൊന്നായിരിക്കില്ല, ബട്ട് ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. അത് അടിപൊളിയായിരിക്കും, ഭയങ്കര രസമായിരിക്കും അത്. അതിൽ കുറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവസാനം ഇരുന്നിട്ട് ഇങ്ങനെ ആ ലക്ഷ്യമൊക്കെ നേടിയിട്ട് അതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. എവിടെ എത്തി, എത്ര നേടി, എന്ത് രസമായിരുന്നു ആ യാത്ര, എന്തെല്ലാം സംഭവങ്ങളായിരുന്നു. അത് ഭയങ്കര രസമാണത്. ആ ഫീൽ തിരിഞ്ഞു നോക്കണം, എന്നിട്ട് ആസ്വദിക്കണം. ഇതിൽ നമുക്കിങ്ങനെ പ്രൗഡ് ഫീൽ ചെയ്യണം, ഞാൻ എവിടെയായിരുന്നു, ഐ വാസ് സീറോ, നൗ ഐ ആം എ ഹീറോ. സോ ഫ്രം സീറോ ടു ഹീറോ എന്ന് പറയുന്ന ഒരു ജേണി, അതിലേക്ക് എത്തണം. സോ ഗെറ്റ് ഔട്ട് ദേർ. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ട്രസ്റ്റ് ദ പ്രോസസ്. പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, അതല്ല രസം. കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അപ്പൊ അതിന്റെ പിന്നാലെ പോവുക, പുറകെ പോവുക. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് അവിടെ, നമ്മൾ സന്തോഷിക്കുന്ന ഒരു ലൈഫ്, നമുക്ക് തൃപ്തിയാകുന്ന ഒരു ലൈഫ്, അതിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് അതൊരു രസമാണ്. ആ ജേണി തന്നെ ഭയങ്കര രസമാണ്. ഈ ലക്ഷ്യം നേടിയില്ല എന്ന് കൂട്ടിക്കോളൂ, എന്നാൽ തന്നെ നിങ്ങൾ എന്തൊക്കെയോ നേടും. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾ ആഗ്രഹിച്ച സാധനം നേടിയില്ല, ഞാൻ അങ്ങനെ എല്ലാം പറയും, എന്തായാലും നേടും, ഇത് ഉറപ്പാ. അതിന് ഇറങ്ങി തിരിച്ചൊരാൾ ഇനിയിപ്പം അവിടേക്ക് എത്തിയില്ല, കുറച്ച് വൈകി, ഈ എത്താത്തതിന് മുൻപ് ഇത്രയും പോകുന്നില്ലേ, 100ലേക്ക് എത്തണം നിങ്ങൾ.
പക്ഷെ നിങ്ങൾ 90 എത്തിയാൽ തന്നെ നിങ്ങൾ എന്തൊക്കെയോ നേടും, എന്തൊക്കെയോ കിട്ടും നിങ്ങൾ. അതും അതിന്റെ ഒരു ഭാഗം. അതൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ആ അറിവ്, ആ അനുഭവ സമ്പത്ത്, ആ കഴിവ്, ഇതെന്ത് രസമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനിടയിലുള്ള അനുബന്ധങ്ങള്, കൂട്ടുകെട്ടുകള്. അല്ലാതെ ഇങ്ങനെ ആ ചുമരിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക, അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആഗ്രഹങ്ങളും ഇല്ല, സ്വപ്നങ്ങളും ഇല്ല, കാര്യങ്ങളും ഇല്ല, ബോറടിച്ച് ഇങ്ങനെ എന്നെ കൊണ്ട് നടക്കുമെന്നും അറിയില്ല, സ്വപ്നങ്ങളെല്ലാം മൂടി വെച്ച്. അത് എന്തും ആവാട്ടോ. ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരി ആവുന്നതാവാം, പെയിന്റിങ് കൊടുക്കുന്നതായിരിക്കാം, പുസ്തകം വായിക്കുന്നതായിരിക്കാം, യാത്രകൾ ചെയ്യുന്നതായിരിക്കാം, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കാം, പുസ്തകം എഴുതുന്നതായിരിക്കാം, ബ്ലോഗറായി മാറുന്നതായിരിക്കാം, ടീച്ചിങ് ആയിരിക്കാം, ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നതായിരിക്കാം, ഒരു ട്രെയിനർ ആവുന്നതായിരിക്കാം, ഒരു EFT പ്രാക്ടീഷണർ ആവുന്നതായിരിക്കാം, ഒരു ബിസിനസ് മാൻ ആവുന്നതായിരിക്കാം, ബിസിനസ് വുമൺ ആവുന്നതായിരിക്കാം, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതായിരിക്കും. എൻജോയ് ദാറ്റ് ജേർണി, ഗെറ്റ് ഔട്ട് ദേർ, ഡു ഇറ്റ്. ഇറ്റ്സ് യുവർ പർപ്പസ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കാം അത്. ഇനി അതൊന്നുമല്ല, സ്വന്തം വീട് അടിപൊളിയാക്കുന്നതായിരിക്കാം, അതാണെങ്കിൽ അത്. ലിവ് എ ഹാപ്പി ലൈഫ്. മാരേജ് റെഡി ആവാൻ, അതൊരു ആഗ്രഹമാണ്. അതിൽ ഇതിന് പുറകെ പോട്ടെ, നടക്കട്ടെ. തീരുമാനം എടുക്കൂ, അങ്ങ് ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾ പുരുഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പെണ്ണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നതിന് അങ്ങ് ഇറങ്ങിത്തിരിക്കുക. ബ്രോക്കറെ പോയി കാണുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, മാരേജ് നടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, സ്വപ്നം കാണുക. ചൊല്ലൂ. മാരേജ് കഴിച്ചിട്ടുള്ള ആൾക്കാർ പറയും യെസ് വെൽക്കം. അവർ പറയുന്നത് വെച്ചാൽ യെസ് വരൂ, ഞങ്ങൾ മാത്രം ദുഃഖിച്ചാൽ പോരാ, നിങ്ങളും വരും. ഓക്കെ. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ മാരേജിൽ നിന്ന് പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്നു. ചില ആൾക്കാർ മാരേജ് റെഡി ആവാൻ ആഗ്രഹിക്കും. ലൈഫ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? പല രൂപത്തിലെ പല ആഗ്രഹങ്ങളാണ് പലർക്കുള്ളത്, പല ഗോളുകളുള്ളത്. ചില ആൾക്കാർ ഉള്ള മാരേജ് അടിപൊളിയായിട്ട് പോകാൻ ആഗ്രഹിക്കും, വളരെ സന്തോഷത്തോടു കൂടി പോകാൻ ആഗ്രഹിക്കും. എന്താണെങ്കിലും എല്ലാം ലക്ഷ്യങ്ങളാണ്, എല്ലാം ആഗ്രഹങ്ങളാണ്. നല്ല ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക, നല്ല ആഗ്രഹങ്ങളുടെ മുന്നോട്ട് പോവുക. എൻജോയ് ദ ജേണി. എവറിത്തിങ് ഈസ് എ ഗുഡ് ജേണി. എല്ലാം നല്ല ജേണിയാണ്. എല്ലാം നല്ല രീതിയിലേക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എന്ത് ഗോളാണെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ഹീൽ ചെയ്യാൻ തയ്യാറാവുക. നിങ്ങളുടെ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യുക, നിങ്ങളുടെ ഭയം റിമൂവ് ചെയ്യുക. ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ബിലീഫ് ഇല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് നല്ല ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കണം. ഇറ്റ് വിൽ ബി പോസിബിൾ. അതിന് നിങ്ങളെ സഹായിക്കുന്നത് 30 days ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ കോഴ്സാണ്. ബീന റഷീദ് ചോദിക്കുന്നു മാരേജ് ദുഃഖമാണോ? ഏയ്, ദുഃഖമൊന്നുമല്ല. അല്ല, ചിലരുടെ അവസ്ഥയെ ഞാൻ പറഞ്ഞത്. ഒരാളിവിടെ കമന്റ് ചെയ്തു. അല്ല, ചിലരുടെ ആഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത്. പലർക്കും പല ആഗ്രഹങ്ങളാണ്, പലർ പല രീതിയിൽ മെസ്സേജ് ചോദിക്കാറുണ്ട് അല്ലെ? ചിലർ എന്താ വെച്ചാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, പ്രയാസങ്ങളൊന്നും ഇല്ലാതെ കാരണം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചിലർ നല്ല മാരേജിൽ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. പലർക്കും പല ആഗ്രഹങ്ങളാണ്. മാരേജ് ഒരു ദുഃഖമാണ്, അങ്ങനെയൊന്നുമില്ല. അതൊരു ദുഃഖമാണ്. നല്ല സന്തോഷമുള്ള മാരേജ് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന, ഹാപ്പിനെസ് നൽകുന്ന കാര്യമാണ്. കാരണം മനുഷ്യൻ സോഷ്യൽ ബീയിങ് ആണ്, സ്നേഹിക്കപ്പെടുന്ന മനുഷ്യൻ. വേറൊരു വ്യക്തിയുടെ സ്നേഹം, ഒരു അടുപ്പം, ഒരു കൂട്ടുണ്ടാകുന്നത് വളരെയധികം നല്ല. ഇനി അതല്ല, ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ യെസ്. അപ്പം നല്ല രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് സാധിക്കും. നമ്മളെ കൊണ്ട് എന്തെങ്കിലും മാറ്റാൻ പറ്റും. യെസ്, നമ്മളെ കൊണ്ട് എന്തും മാറ്റാൻ സാധിക്കും. യെസ്, സാധിക്കും. ഇത്രയും പറഞ്ഞു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചർച്ച ചെയ്യാനോ ഡിസ്കസ് ചെയ്യാനോ ചോദിക്കാനോ ഉണ്ടോ? നമുക്കൊരു കുറച്ച് സമയമുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, എനി ക്വസ്റ്റ്യൻസ്? ചോദിക്കാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. 20-ാം തീയതി മറക്കരുത്, 7:30 മുതൽ വൈകിട്ട് 7:30 മുതൽ 9:30 വരെ 10 ദിവസത്തെ ഓൺലൈൻ കോച്ചിങ് ഉണ്ടാകും സൂമിൽ. പ്ലസ് 30 days നിങ്ങൾക്കൊരു തെറാപ്പിസ്റ്റിനെ തന്നുകൊണ്ട് ഹീലിംഗ് നിങ്ങൾക്ക് നൽകും. ആ ഹീലിംഗിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നൽകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ട്രോമാസും ഹീൽ ചെയ്ത് നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്തെടുക്കാനുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ലക്ഷ്യങ്ങൾ എഴുതി വെക്കും, നിങ്ങളുടെ ഗോളുകളിലൊക്കെ നല്ല ക്ലാരിറ്റി വരും.
നിങ്ങളിൽ ഒരു ഹയർ എനർജി എപ്പോഴും നിലനിർത്തി ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് പോകാൻ പറ്റുന്ന EFT ടൂൾ നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ വളരെ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓരോ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആണ് അല്ലേ? നല്ല ക്ലാസ്, നല്ല ക്ലാസ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലായി, നല്ല ക്ലാസ്സാണ്. താങ്ക് യു സോ മച്ച്. ഉഷാറാവട്ടെ, നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അല്ലേ? അതെ, താങ്ക് യു സോ മച്ച്. ഓൾ റൈറ്റ്. അപ്പോൾ പറഞ്ഞതുപോലെ നല്ല രീതിയിലേക്ക്. എനി ക്വസ്റ്റ്യൻസ്? താങ്ക് യു. ഓക്കെ, താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ്. അപ്പം ഇനി അടിപൊളി ഒരു ദിവസം നിങ്ങൾ ആസ്വദിക്കുക. ഇന്നും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. സൂപ്പർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you, sir. Thank you.